നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. അതായത് ഒരു അടിപൊളി എപ്പിസോഡ് പ്രൊമോ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലൊക്കെ സംഭവിക്കാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡുകളാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ആ സ്റ്റോറി കേട്ടാലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മനു അലീനയെ കാണാനായിട്ട് വരിക കേട്ടോ. അലീനയോട് ഭയങ്കര സ്നേഹത്തോടു കൂടിയിട്ടാണ് മനു വരുന്നത്. നമ്മളൊക്കെ കാണാൻ കാത്തിരുന്ന ആ മുഹൂർത്തങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് കേട്ടോ. അലീനയും മനുവും തമ്മിലുള്ള പ്രണയ മുഹൂർത്തങ്ങളൊക്കെയാണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മനു വീക്കെൻഡിൽ വീട്ടിലേക്ക് വരാറുണ്ടല്ലോ, ബാംഗ്ലൂരിൽ നിന്ന് വീക്കെൻഡിൽ വീട്ടിലേക്ക് വരാറുണ്ട്. അങ്ങനെ ആ വീക്കെൻഡിലും വരികയാണ് വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് മുത്തശ്ശിയെ കാണാനായിട്ട്, മുത്തശ്ശിയെ മാത്രമല്ല അലീനയും കാണാം. കാരണം അലീന ശരിക്കും അവൻ്റെ മനസ്സിൽ ഒരു സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അലീനയുടെ ആ സംസാരം, അതുപോലെ പെരുമാറ്റവും, മുത്തശ്ശിയെ നോക്കുന്നതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുവിൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചേക്കാട്ടോ അലീനയും മനു. പക്ഷേ അതൊന്നും ഇപ്പം തന്നെ പറയുന്നില്ല കേട്ടോ. പക്ഷേ ഉള്ളിൽ നല്ല സ്നേഹമുണ്ട് മനുവിന് അലീനയോട്. അങ്ങനെ ഇവിടെയാണെങ്കിൽ വൈജയന്തിയുടെ വീട്ടിലാണെങ്കിൽ വൈജയന്തി അലീനയെ കൊണ്ട് ഒരുപാട് ജോലികൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. മക്കളുടെ എല്ലാ കാര്യങ്ങളും വൈജയന്തി അലീനയെ ഏൽപ്പിച്ചേക്കാണ്. ഒന്നും വൈജയന്തി നോക്കുന്നില്ല. പഠിത്തമാവട്ടെ, ഫുഡാവട്ടെ, എല്ലാ കാര്യങ്ങളും അവരുടെ ഡ്രസ്സ് എടുത്തു വെക്കുന്നതും വാഷ് ചെയ്യുന്നതും, അങ്ങനെ എല്ലാ കാര്യങ്ങളും വൈജയന്തി അലീനയെ ഏൽപ്പിച്ചേക്കാണ്. ആ വീട്ടിലെ എല്ലാ ജോലികളും അലീനയെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. കൃഷ്ണമോള് കുഴപ്പമൊന്നുമില്ല, നല്ല സപ്പോർട്ടാണ് അലീനയ്ക്ക്. എന്ത് കാര്യത്തിലും സംസാരിക്കാനും ഒക്കെ കൂട്ടാണ്. പക്ഷെ ബബിത അങ്ങനെയല്ല. ബബിത ഇച്ചിരി ഇടഞ്ഞ ഒരു ടൈപ്പാണ്, വൈജയന്തിയുടെ ഒരു ടൈപ്പാണ്. വല്ലാണ്ട് അടുക്കുന്നൊന്നുമില്ല അലീനയോട്. അലീന എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വന്നാൽ തന്നെ സെർവൻറ്റിൻ്റെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങളെ ഭരിക്കാൻ വരണ്ട എന്നുള്ളൊരു മൈൻഡിലാണ് സംസാരിക്കുന്നത്. അത് അലീനയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സാരമില്ല, ഞാൻ ആരാണെന്ന് അറിയാത്തത് കൊണ്ടല്ലേ അമ്മ തന്നോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്, പിന്നെയാണോ മക്കൾ എന്നുള്ള രീതിയിൽ അവൾ ചിന്തിക്കുകയാണ്. എന്താണെങ്കിലും കൃഷ്ണമോളുണ്ടല്ലോ തനിക്ക് കൂട്ടിന്, തന്നോട് നല്ല സ്നേഹത്തിൽ സംസാരിക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നിങ്ങനെ അലീന സമാധാനിക്കുകയാണ്. അങ്ങനെ അലീനയുടെ അവിടുത്തെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മനു വരുന്നത് കേട്ടോ. ഒരു ദിവസം അലീന ജോലിയൊക്കെ കഴിഞ്ഞ് തുടച്ചിങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ വാതിൽ തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞെട്ടിപ്പോവുക കേട്ടോ. മനു അവിടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. മനുവിനെ കണ്ടപ്പോൾ അലീനയുടെ മുഖത്തും ഭയങ്കര സന്തോഷമാണ്. അലീനയും ശരിക്കും കാണാൻ കാത്തിരുന്ന പോലെയുള്ളൊരു മൈൻഡാട്ടോ. കാരണം ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കടപ്പാട്ടൂരിലേക്ക് പോരുമ്പോൾ മനുവിനെ കണ്ടൊന്നുമില്ലല്ലോ. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടും ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും മനുവിനെ കണ്ടപ്പോൾ, കാരണം മനു അവളോട് നന്നായിട്ടാണ് ഇടപഴകുന്നത്. അതായത് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്, സ്നേഹത്തോടെ ഇഷ്ടത്തോടെയൊക്കെയാണ് സംസാരിക്കുന്നത്. അത് വലിയൊരു ആശ്വാസമാണ്. അല്ലാതെ അലീനയ്ക്ക് ഇപ്പം തന്നെ ഒരു പ്രണയം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവളുടെ ഒരു നേച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഇഷ്ടം, ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. പക്ഷെ പ്രണയം എന്നൊന്നും ഇപ്പം തന്നെ പറയാൻ പറ്റില്ല, കുറച്ച് കഴിയും അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പക്ഷെ മനുവിൻ്റെ കാര്യം അങ്ങനെയല്ല കേട്ടോ. മനുവിന് ഇപ്പോഴേ അലീനയോട് ഭയങ്കര ഇഷ്ടമാണ്, തുടക്കത്തിൽ തന്നെ ഇഷ്ടമാണ്. അങ്ങനെ അങ്ങനെ പെട്ടെന്ന് മനുവിനെ കണ്ടപ്പോൾ ഭയങ്കര ഷോക്കാവുകയാണ് അലീന. അപ്പോൾ ഇതെന്താ, അപ്പോൾ ഭയങ്കര സന്തോഷമാവുക കേട്ടോ. അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, സുഖമാണോ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, സുഖമാണ്, പോകുന്നു, എപ്പോൾ വന്നു എന്നൊക്കെ ചോദിക്കുക കേട്ടോ അലീന. ഞാൻ ഇന്നലെ എത്തി എന്ന് പറയാണ് മനു. അങ്ങനെ മുത്തശ്ശി എവിടെ ചോദിക്കുമ്പോൾ മുത്തശ്ശി ഇവിടെ ഉണ്ട് എന്ന് പറയണം. അപ്പോൾ ഇവിടെ വേറെ ആരും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാനും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ എന്ന് പറയട്ടോ. എല്ലാവരും കോളേജിലേക്കും അതുപോലെ വൈജയന്തി അവർ ബാങ്കിലേക്കൊക്കെ പോയി എന്ന് പറയണേ. അങ്കിളാണെങ്കിൽ സാറാണെങ്കിൽ കടകളിലേക്കും പോയി എന്നൊക്കെ പറയണം. അങ്ങനെ മനു അങ്ങോട്ട് അകത്തേക്ക് കയറി വരികയാണ്. പിന്നീട് ഇവളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിശേഷം, ഇവിടെ വൈജയന്തി എങ്ങനെയാണ് പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്നെ ഇഷ്ടമൊന്നുമല്ല, എന്നോട് ഭയങ്കര ദേഷ്യമാണ്, എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളതൊക്കെ അലീന പറയുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ആരും ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെ മെക്കിട്ട് കയറുന്നത്, എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഞാനുണ്ടല്ലോ, ആരും ഇല്ലെങ്കിലും ഞാനുണ്ടല്ലോ എന്ന് പറയണ മനു. അത് കേട്ടിട്ടും അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം ആദ്യമായിട്ടാണ് ഒരാൾ സപ്പോർട്ടായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ ചേർത്ത് പിടിക്കുന്നത് പോലൊരു വാക്കാണ് മനുവിൽ നിന്ന് കിട്ടുന്നത്. അത് അലീനയ്ക്ക് ഭയങ്കര ആശ്വാസമാവുക കേട്ടോ. അങ്ങനെ അലീനയും മനുവും തമ്മിലുള്ള കുറച്ച് നല്ല മുഹൂർത്തങ്ങളൊക്കെയാണ് ഇനിയത്തെ എപ്പിസോഡുകളിൽ വരാനായിട്ട് പോകുന്നത്. നമ്മൾ കാത്തിരുന്ന സംഭവങ്ങളാട്ടോ ഇനിയൊക്കെ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു.
ബാലചന്ദ്രമേനോന് സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്, അതുപോലെ മനു സത്യങ്ങളൊക്കെ തിരിച്ചറിയും ഇവളെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. മനു ശരിക്കും പറഞ്ഞാൽ ഇവള് അലീന വൈജയന്തിയുടെ മകളാണെന്ന് അറിയാതെയാണ് അലീനയെ സ്നേഹിക്കുന്നത്. അറിയുമ്പോൾ പിന്നെ കൂടുതൽ എന്താ പറയുക, തൻ്റേത് മാത്രമാണെന്നുള്ള ഒരു ഉറപ്പിൽ തന്നെയാണ് പിന്നീട് അങ്ങോട്ടുള്ള പ്രണയം കേട്ടോ. അതുവരെ ഭയങ്കര ടെൻഷനിലൊക്കെയാണ്, എന്താണെങ്കിലും ഇവളെ സ്വന്തമാക്കണം, ഇവളെ ചേർത്ത് പിടിക്കണം എന്നുള്ള രീതിയിലാണ് മനു പ്രണയിക്കുന്നതെങ്കിലും പിന്നീട് ഇതും കൂടി അറിയുമ്പോൾ ഭയങ്കര പ്രണയമായിരിക്കും. അപ്പോൾ അതൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നതാണ്. പിന്നീട് കുറച്ച് സ്റ്റോറിയൊക്കെ ഞാൻ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ മനു വന്ന് മുത്തശ്ശിയെ കാണുന്നുണ്ട്. മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമാവാണ് മനു വന്നത് കണ്ടപ്പോൾ. നീ എപ്പോഴാണ് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ ഇന്നലെ വന്നു മുത്തശ്ശി, ഇന്നലെ രാത്രിയാണ് എത്തിയത്. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ ഇങ്ങോട്ടേക്ക് പോന്നു, എനിക്ക് മുത്തശ്ശിയെ കാണണ്ടേ, പിന്നെ അലീനയും എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ നോക്കുക കേട്ടോ. അത് അലീനയ്ക്കും ഭയങ്കര സന്തോഷമാവാണ്. ഇവളെ ഞാനല്ലേ മുത്തശ്ശി ഇവിടെ കൊണ്ടുവന്നത്, അപ്പോൾ എനിക്ക് അതിൻ്റെ ഉത്തരവാദിത്വമല്ലേ എനിക്ക് നോക്കണ്ടേ, എനിക്ക് അന്വേഷിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറയാണ്. അത് ഏതായാലും നന്നായി മോനെ, ആരെങ്കിലും ഒരാളുണ്ടല്ലോ അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ, വേറെ ഒരാളുമില്ല. അവളുണ്ടോ ഉറങ്ങിയോ ഉടുത്തോ ഒന്നും അന്വേഷിക്കാൻ ഒരാളുമില്ല. നമ്മളൊരു കാര്യത്തിന് കൂട്ടിക്കൊണ്ടുവന്നതാണെങ്കിലും ഒരു മാനുഷിക പരിഗണന കൊടുക്കണ്ടേ, അങ്ങനെ ഇവിടെ ആരും അവൾക്ക് കൊടുക്കുന്നില്ല എന്ന് പറയണം മുത്തശ്ശി. അത് സാരമില്ല മുത്തശ്ശി, ഞാനുണ്ടല്ലോ, എന്ത് കാര്യത്തിനും അലീനയ്ക്ക് വേണ്ടിയിട്ട് ഞാനുണ്ട് സംസാരിക്കാൻ എന്ന് പറയാണ് മനു. അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്. കാരണം മനുവിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ അവർ തമ്മിലുള്ള കുറച്ച് നല്ല മുഹൂർത്തങ്ങളാണ്. പിന്നീട് പ്രമോല് കാണിച്ചിട്ടുള്ളത് ഹരിശങ്കർ വിടുന്ന മട്ടില്ല കേട്ടോ. കാരണം ചേട്ടൻ ഭയങ്കര പ്രണയം കൊണ്ട് നടക്കുമ്പോൾ അനിയൻ എങ്ങനെയെങ്കിലും ഇവളെ കീഴ്പ്പെടുത്തണം, ഇവളെ ഉപദ്രവിക്കണം എന്നുള്ള രീതിയിലാണ് നടക്കുന്നത് ഹരിശങ്കർ ഒരുപാട് തന്ത്രങ്ങളൊക്കെ മെനയുന്നുണ്ട് കേട്ടോ. രോഹിത്തിനെ കൂട്ടുപിടിച്ചിട്ട് ഒരുപാട് തന്ത്രങ്ങൾ മെനയാണ്. രോഹിത്ത് വല്ലാണ്ടൊന്നും അടുക്കുന്നില്ലെങ്കിലും രോഹിത്തിനെ മനഃപൂർവ്വം രോഹിത്തിനെ ഈ കെണിയിൽ പെടുത്തുകയാണ്. രോഹിത്തിനെ കെണിയിൽപ്പെടുത്തുന്ന ഒരുപാട് സീനുകളൊക്കെ ഇനി വരാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതൊന്നുമല്ല. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോ എപ്പിസോഡിലായിട്ട് പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഹരിശങ്കർ വരുന്നുണ്ട്, വീണ്ടും കടപ്പാട്ടൂരിലേക്ക് വരികയാണ്. ഓരോരോ റീസൺ ഉണ്ടാക്കിക്കൊണ്ട് വരികയാണ്. കാരണം മറ്റൊന്നുമല്ല, അലീനയെ എങ്ങനെയെങ്കിലും വശത്താക്കണം, അലീനയെ എങ്ങനെയെങ്കിലും മയക്കി തൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഹരിശങ്കർ കടപ്പാട്ടൂരിലേക്ക് വരുന്നത്. അങ്ങനെ ഹരിയെ കാണുമ്പോൾ തന്നെ അലീനയ്ക്ക് ഭയങ്കര ഷോക്കാണ്. കാരണം ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഒരു തവണ വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായതാണല്ലോ. ആദ്യം ഒന്ന് വഴി തടഞ്ഞതും പിന്നീട് എന്താ പറയുക, രാത്രി വരും എന്ന് പറഞ്ഞിട്ട് വാതിലിൽ വന്ന് മുട്ടിയതും പിന്നെ റൂം ക്ലീൻ ചെയ്യാൻ ചെന്നപ്പോൾ മേലിൽ കയറി പിടിച്ചതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ ഓർത്തിട്ട് ഇനി ഇവിടെ വന്നിട്ട് എന്താണ് ഇവൻ ഒപ്പിക്കാൻ പോകണമെന്നുള്ള അങ്കലാപ്പിലാണ്. അപ്പോൾ കടപ്പാട്ടൂർ എത്തിയപ്പം ഹരി പറയുന്നുണ്ട്, എന്താണ് നിൻ്റെ വിശേഷം, സുഖമാണോ, നീ അവിടുന്ന് രക്ഷപ്പെട്ട് എൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട് പോന്നു എന്നുള്ള വിചാരം ഉണ്ടാകും. ഇതും എൻ്റെ വീട് തന്നെയാണ്, എനിക്ക് ഏത് സമയത്തും ഇങ്ങോട്ടേക്ക് കയറി വരാം, എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കാം, അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും എനിക്കും ഒരുപോലെ തന്നെയാണ്, എൻ്റെ ആഗ്രഹം സാധിക്കുന്നത് വരെ ഞാൻ നിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയാണ് ഹരിശങ്കർ അലീനയോട്. അപ്പോൾ അലീനയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ആ സമയത്ത് അവനോട് പറയുന്നില്ല കേട്ടോ. ഇവൻ്റെ ഉദ്ദേശം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് സംസാരിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കണം. അങ്ങനെ അലീനയുടെ അടുത്ത് വീണ്ടും സംസാരിക്കുന്നുണ്ട്. നീ വലിയ ശീലാവധി ചമയൊന്നും വേണ്ട, ഇവിടെ ഞാനും രോഹിത്തും കൂടെ നല്ലൊരു പ്ലാനൊക്കെ തയ്യാറാക്കുന്നുണ്ട്, നിന്നെ ഞങ്ങൾ കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന ടൈപ്പ് പെണ്ണല്ല ഞാൻ, ഒരിക്കലും നിനക്ക് എൻ്റെ രോമത്തിൽ പോലും തൊടാൻ പറ്റില്ല. കാരണം നീ ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പേര് നിൻ്റെ ആഗ്രഹത്തിനൊത്ത് നിന്ന് തന്നിട്ടുണ്ടാവും, പക്ഷേ അങ്ങനെയല്ല ഞാൻ വേറെ ടൈപ്പാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ജനസ് വേറെയാണ്, ആ സ്വഭാവം എൻ്റെ അമ്മയുടെ സ്വഭാവം എനിക്കും കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ, ആരാടി നിൻ്റെ അമ്മ, ഏത് അമ്മയാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ബ്രിജിത്ത മമ്മി എന്ന് പറയാട്ടോ. ആ അമ്മയാണ് ഞങ്ങളെ വളർത്തിയത്, ആ അമ്മ ഞങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ആ അമ്മ ഒരാളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ നിൽക്കണം, നല്ല ആളുകളെ ചേർത്ത് പിടിക്കണം, ചീത്ത ആളുകളെ എങ്ങനെ തള്ളിക്കളയണം എന്നുള്ളതൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും എൻ്റെ അടുത്ത് വെളിച്ചിലെടുക്കാനായിട്ട് നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഹരിശങ്കറിനോട് നല്ല രീതിയിൽ എതിർത്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അലീന. ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെയുള്ള കുറേ നല്ല നല്ല എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു പ്രമോയുടെ സ്റ്റോറിയായിട്ട് പ്രമോ ഒന്ന് വിപുലീകരിച്ചിട്ടൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് ഞാൻ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. പോസിറ്റീവ് ആവട്ടെ നെഗറ്റീവ് ആവട്ടെ
നിങ്ങളുടെ കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.